എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. അതായത് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന ദിവസം ദീപാവലിയാണ്. ദീപാവലി ആയിട്ടുള്ള അടുത്ത ഞായറാഴ്ച ഒരു വീഡിയോ കാണുന്നുണ്ടാവുക. അതായത് ചിരട്ട കൊണ്ട് ഒരു അടിപൊളി ലാമ്പ് ഉണ്ടാക്കാൻ പോകട്ടാ. വീഡിയോയുടെ റിസൾട്ട് കണ്ടാൽ ഞെട്ടിപ്പോവും. നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത റിസൾട്ടാണ് വീഡിയോക്കുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക്, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോ ആണെന്നുള്ളത് കൂടെ കമൻറ്റിൽ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അയക്കുക, നോട്ടിഫിക്കേഷൻ മൊബൈലിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതെ, നമ്മളിന്ന് ചിരട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മളൊരു ഉണങ്ങിയ തേങ്ങ എടുത്തിട്ടാണ് ഇതേപോലത്തെ ഒരു ഡ്രില്ലിങ്ങിൽ ബിറ്റിട്ട് നമ്മളങ്ങ് കട്ട് ചെയ്തെടുക്കുക ചെയ്തത്. അപ്പോൾ നമ്മുടെ തേങ്ങ കൊപ്രായിട്ടുണ്ട്. ഇതുപോലെ ഉണങ്ങിയതിന് നമ്മുടെ നാട്ടിൽ കൊപ്ര എന്നാണ് പറയട്ടോ. അത് നമ്മൾ കത്തി വെച്ച് അങ്ങ് പിന്നെ അങ്ങ് കട്ട് ചെയ്ത് ഫുള്ള് പുറത്തേക്ക് എടുത്ത് നമുക്ക് ആവശ്യമുള്ള ചിരട്ട മാത്രം ആക്കിയിട്ടുണ്ട് കണ്ടാ. അതിനുശേഷം നമ്മൾ ഇതേപോലെ നമ്മളെ കയ്യിലുള്ള കുഞ്ഞു ബിറ്റ് വെച്ചിട്ട് അങ്ങ് നിറയെ പിന്നെ ചെറപ്പറാന്നിട്ട് അങ്ങ് ഹോൾ ഇട്ട് കൊടുക്കട്ടെ ചെയ്യണത്. അതിന് ഇന്ന ഡിസൈനൊന്നുമില്ല, നമ്മൾ തോന്നിയ പോലെയാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത്. കുഞ്ഞു ബിറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഹോൾ വരും. അതിനാണ് കുഞ്ഞു ബിറ്റ് ഉപയോഗിച്ചത്. പിന്നെ ഹോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഹോൾ ഇട്ട പോലെ നമ്മുടെ കാലിൽ കൂടെ ഹോൾ വരും. അപ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ ഇതേപോലെ കുറേ ഹോൾ ഇട്ടിട്ടുണ്ട്. കുറേ ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഹോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യണത് ആ കുഞ്ഞ ഹോളുണ്ടല്ലോ, അതിനെക്കാട്ടി വലിയ ബിറ്റ് വെച്ചിട്ട് ആ ഹോൾ വലുതാക്കുക ചെയ്യണത്. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ പല വലുപ്പത്തിലുള്ള ഹോൾ ഇടാന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണല്ലേ അല്ലാതും കുഞ്ഞതിട്ടെന്നൊരു സംശയം വരാമല്ലോ. ചെറിയ ഹോൾ ഇടുമ്പോൾ 2-3 ഉപകാരങ്ങളുണ്ട്. ഒന്ന് പെട്ടെന്ന് ഹോൾ വരും. രണ്ടാമത്തെ കാര്യം ചിരട്ട സേഫ് ആയിരിക്കും. അത് രണ്ടും കണക്കിലെടുത്തിട്ടാണ് നമ്മൾ കുഞ്ഞ് ഹോൾ ഇട്ടത്. അതുമാത്രമല്ല പിന്നെ നമുക്കത് വലുതാക്കാൻ വളരെ എളുപ്പമാണ്. ആ കുഞ്ഞ് ഹോളിൽ നമ്മൾ വലിയ ബിറ്റ് വെച്ച് അങ്ങ് ചെറുതായിട്ട് അങ്ങ് ഡ്രിൽ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ഇതേപോലെ വലിയ ഹോളാക്കി മാറ്റാൻ പറ്റും. ഇതിലും വലുത് വേണമെങ്കിൽ നമ്മളിപ്പോൾ ഇട്ട രണ്ടാമത്തെ സൈസ് ഉണ്ടല്ലോ, അതിലും വലിയ ബിറ്റ് അതിൽ വെച്ച് അങ്ങ് ഹോൾ ഇടും. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട പല സൈസിൽ പല തരത്തിൽ തോന്നിയിടത്തൊക്കെ അങ്ങ് ഹോൾ ഇടാം കേട്ടോ. ഇതിന് ഡിസൈൻ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഇനി ഡിസൈൻ വേണമെന്നുള്ള ആൾക്കാർ അങ്ങനെ വേണമെങ്കിലും ഹോളിടാം. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ചറവറാന്നങ്ങ് ഹോളിടാ ചെയ്തിട്ടാ. അങ്ങനെ ഹോളിട്ട ചിരട്ട നമ്മൾ ഇതേപോലെ ഒരു ഗ്രൈൻഡിങ് വീല്, നമ്മൾ സാൻഡ് പേപ്പറുള്ള ഗ്രൈൻഡിങ് വീല് വെച്ചിട്ടാണ് അതിങ്ങനെ സ്മൂത്ത് ചെയ്യണം, അല്ലെങ്കിൽ നല്ല മിനുസപ്പെടുത്താൻ നോക്കുന്നത്. ഇതില്ലാന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നവുമില്ല. നമ്മുടെ സാൻഡ് പേപ്പർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരക്കടലാസ് എന്ന് പറയും, അത് വാങ്ങി അങ്ങ് കൈ കൊണ്ട് ഉരച്ചാൽ മതി. നമ്മൾ സമയലാഭത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യണത്. അങ്ങനെ എൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഇതേപോലെ ഈ സാൻഡ് പേപ്പറുള്ള ഗ്രൈൻഡിങ് വീൽ വെച്ച് സ്മൂത്ത് ചെയ്തിട്ട് കേട്ടാം. അങ്ങനെ സ്മൂത്ത് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മതിയാവായിട്ട് നമ്മൾ ഇതേപോലെ നമ്മുടെ സാൻഡ് പേപ്പർ കൊണ്ട് കൈ കൊണ്ട് ബാക്കിയാക്കി ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം അതൊന്നും കൂടെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാർണിഷ്, ഫുഡിനെ കടിക്കണ നമ്മളെടുത്തുക്കുന്ന ഏഷ്യൻ പെയിൻറ്റിൻ്റെ ആണ്. ഇതെല്ലാതും അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ ബ്രാൻഡിൻ്റെതും നമുക്ക് ഏതെങ്കിലും ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ പോയാൽ കുറച്ച് ചെറിയ ടിന്നിലും അവൈലബിൾ ആണ്. നമ്മളെ വീട്ടിൽ ബാക്കിയുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനടിക്കുന്നത്. ചെറിയ ബ്രഷ് മതിട്ടാ, നമുക്ക് വലിയ ബ്രഷ് ഉള്ളതുകൊണ്ടാണ് അടിക്കുന്നത്. കുഞ്ഞു ബ്രഷ് ഏതെങ്കിലും ഒരെണ്ണം വാങ്ങി 10 രൂപേൻ്റെ 20 രൂപേൻ്റെ ബ്രഷ് വാങ്ങിയിട്ട് നമുക്ക് ഇതേപോലെ അടിക്കാവുന്നതാണ്. അത് ഡ്രൈ ചെയ്യാൻ നമ്മൾ കുറച്ച് സമയം കൊടുക്കുക. സമയം മാത്രം കൊടുത്താൽ മതി, ബാക്കി അത് ഉണങ്ങി കിട്ടിക്കോളും. അങ്ങനെ നമ്മുടെ ചിരട്ട ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ലാമ്പാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം ലൈറ്റ് വേണം. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് LED ബൾബാണ്. LED ബൾബിൻ്റെ മൊഡ്യൂളുകൾ ഇപ്പോൾ നമുക്ക് പല തരത്തിലുള്ളതും അവൈലബിൾ ആണ്. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടാവും പച്ച ഓറഞ്ചൊക്കെ കളറാണ്. അതെ, ഇത് മൾട്ടി കളർ വരുന്ന ഒരു LED ആട്ടാ. ഇതെന്ന് പറഞ്ഞാൽ സിംഗിൾ കളർ നമ്മളെ വൈറ്റ് ലൈറ്റ് കിട്ടുന്ന LED ആണ്. മൾട്ടി കളർ LED മൊഡ്യൂളിന് 50 രൂപയും സിംഗിളിന് 20 രൂപ കേട്ടോ. നമ്മളിതേപോലെ കത്തുണ്ടാന്നൊക്കെ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ മൊഡ്യൂൾ വാങ്ങിയിട്ട് അതിൽ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചതാണ് ആ വയർ. അപ്പോഴേ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്ത് വെച്ചാൽ ഇതേപോലെ ഉണ്ടാവും സിംഗിളായിട്ടുള്ള കളറ്. മൾട്ടി കളർ നമ്മൾ വെച്ച് നോക്കണം. നമ്മൾ ഏതാണോ അടിപൊളി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വെച്ച് നോക്കിയത്. അങ്ങനെ നമ്മൾ ഈ ഒരു മൾട്ടി കളർ ഫിക്സ് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ ബാക്കിലിട്ട ഹോളിലൂടെ അതിൻ്റെ ആ വയർ ഇതേപോലെ പുറത്തെടുക്കാട്ട ചെയ്യണം. പിന്നെയുള്ള ആ ഒരു 3 ഹോളുണ്ടല്ലോ, അതിൽ വല്ല ഗമ്മും തേച്ച് അങ്ങ് ഒട്ടിച്ച് പിടിപ്പിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ഈ ഒരു വയർ ഇതേപോലെ പിടിപ്പിച്ച് നമ്മളിത് ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പിന്ന് കൂടെ പിടിപ്പിക്കട്ടാ. ഈ പിന്നിന് 20 രൂപയാണ്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റണ ഒരു സെറ്റപ്പാണത്. ഇതിന് വലിയ പോളിടെക്നിക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കത്തി വെച്ചിട്ട് അങ്ങ് തുറന്നതും അടച്ചതും. അങ്ങനെ നമ്മളിത് കുത്തി ഓണാക്കി നോക്കിയപ്പോൾ കണ്ടാ വർക്കിംഗ് ആണ്, സെറ്റപ്പാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എല്ലാ വെളിച്ചോ ലൈറ്റോ ഓണാക്കിയിട്ടാണ് ഈ ഒരു ലൈറ്റ് നിങ്ങൾക്ക് കുറവായിട്ട് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഓഫാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇതേപോലെ ഈ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനൊന്നും വരുന്നത് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. അതെങ്ങനെ വന്നെന്നുള്ളതും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാജിക് എന്താണെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. നമ്മളാ ചിരട്ടയിൽ പല തരത്തിലും പല വലുപ്പത്തിലുള്ള ഹോള് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം ഈ ഒരു LED മൊഡ്യൂൾ വെച്ചിട്ട് ഓണാക്കിയപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ,
അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. കാരണം നമ്മളിങ്ങനൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇത് ഭയങ്കര രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഒന്നും കൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ആ വയറൊന്നും വെളിയിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കയറ് ഒട്ടിച്ച് വെക്കാട്ടോ. സൂപ്പർ ഗ്ലൂ എന്തായാലും ഉപയോഗിച്ചാൽ ഒട്ടിച്ചാൽ മതി. ഈ കയറ് നമ്മൾ 1 വർഷം മുൻപ് മിഠായി തെരുവിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് എല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും ഓൺലൈനിൽ വരെ ആമസോണിൽ വരെ വാങ്ങാൻ കിട്ടുന്ന കയറാണ്. കയറിൻ്റെ 8 പീസായിട്ടാണ് നമ്മൾ ഇതേപോലെ ഒട്ടിച്ച് വെച്ചത്, ഒരേ വലുപ്പത്തിൽ. അതിനുശേഷം നമ്മൾ ഓരോന്ന് ഇതേപോലെ ചുറ്റാണ്. ഇങ്ങനെ ചുറ്റുന്നതിനുള്ള ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. പിന്നെ നമ്മൾ ആ കൊടുത്ത വയറ് കാണൂല, അത് ഈ ഒരു കയറിൻ്റെ ഉള്ളിൽ പോകും, അത്രേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ വീണ്ടും ഓണാക്കി ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയ ചിരട്ടൊന്ന് തല തിരിച്ചു പിടിച്ചപ്പോൾ അല്ലെങ്കിൽ ചുമരിൻ്റെ അടുത്തൊക്കെ വെച്ച് നമുക്ക് വാൾ ലാമ്പായിട്ട് ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റും. കണ്ടാ, അതിൽ പല തരത്തിലുള്ള പൂവുകൾ ഇങ്ങനെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും നമുക്കറിയില്ല ഇതിൻ്റെ ഒരു അല്ലെങ്കിൽ ഇങ്ങനൊരു ഔട്ട്പുട്ട് കിട്ടും എന്നുള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒരു നിറയെ ഹോൾ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു എന്താ പറയുക, ഹാങ്ങിങ് ലാമ്പ് അല്ലെങ്കിൽ വാൾ ലാമ്പ് അത്ര ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഉണ്ടല്ലോ, ഇത് അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ഈ ഒരു മൾട്ടി കളർ മൊഡ്യൂൾ അല്ലെങ്കിൽ ആ ഒരു LED എന്ന് പറഞ്ഞാൽ ഭയങ്കര മാച്ച് ആവുന്നുണ്ട്. കാരണം ഫ്ലവറൊക്കെ 2-3 കളറിലൊക്കെ കാണുന്നത്. പിന്നെ ഇത് കാണാൻ ഭയങ്കര ഭംഗിയും അതുമാത്രമല്ല അതിലേറെ എക്സൈറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് ഇതൊരു 2-3 മിനിറ്റൊക്കെ ഇത് ലൈറ്റ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇല്ലാത്ത ആൾക്കാർ ഒന്ന് സ്കിപ്പ് അടിച്ചാൽ മതി. 10 സെക്കൻഡിൻ്റെ ഒരു 3-4 വട്ടം നീക്കി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് എത്തും. അപ്പോൾ ഇതിൻ്റെ ചിലവ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ആകെ ഇതിൽ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഒരു 50 രൂപയുടെ മൊഡ്യൂള്, അതുപോലെ തന്നെ വീട്ടിലുണ്ടെന്ന ഒരു വയറും, ഒരു 20 രൂപയുടെ പിന്നും, പിന്നെ കുറച്ച് കയറും, പഴയൊരു കയറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എങ്ങനെ നോക്കിയാലും ഒരു 100 രൂപക്കുള്ളിൽ നമുക്ക് ഒതുക്കാൻ പറ്റും. പക്ഷേ ഇത്രയ്ക്ക് അടിപൊളി ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു ലൈറ്റ് അല്ലെങ്കിൽ ഒരു ലാമ്പ് നമുക്ക് 100 രൂപക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നില്ല. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ കിട്ടുകയെന്ന് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. കാരണം നമ്മുടെ വീട്ടിലുള്ള ചിരട്ടാണ്, അതിൽ നിറയെ ചിഹ്നം പിന്നെ വെറുതെ കുറേ ഹോളങ്ങ് ഇട്ട് കൊടുത്താൽ മതി, നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ട്രൈ ചെയ്യുമ്പോൾ കുട്ടികൾ ചെയ്യാതിരിക്കുക. കാരണം ഡ്രില്ലറൊക്കെ വെച്ചിട്ട് നമ്മൾ ഹോളിടണാണ്, അപ്പോൾ അത് കൈ മുറിയാനും കാല് മുറിയാനും ഒക്കെ സാധ്യതയുണ്ട്. കാരണം നമ്മളെ കാല് വരെ അതിലൊരു പ്രാവശ്യം മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം വലിയ ആൾക്കാർ മാത്രമാണ് ഇതിൻ്റെ ഹോളൊക്കെ ഇട്ടത്. ട്രൈ ചെയ്ത് നോക്കാം, ഒരു നഷ്ടമോ അല്ലെങ്കിൽ ഒരു ചിലവോ ഇല്ലാത്ത കാര്യമാണ്. കുഞ്ഞ വീഡിയോ ആണ്, പക്ഷേ വീഡിയോയുടെ റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് തന്നെ ചെയ്യണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പിന്നെ എങ്ങനെയുള്ള വീഡിയോ ചെയ്യണമെന്ന് കൂടെ കമൻ്റ് അയച്ച് ചെയ്യാം. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ വയ്ക്കാം, മൊബൈലിൽ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്തൊരു ഞായറാഴ്ച അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ട്. എല്ലാവർക്കും ബൈ.